എല്ലാവർക്കും കാസ്റ്റോക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആംസ്റ്റർ വാർ മെമ്മോറിയൽ മ്യൂസിയത്തിൻ്റെ അടുത്താണ്. ഇതിൻ്റെ എൻട്രൻസ് ഏരിയയൊക്കെയാണ് ഈ കാണുന്നത്. കയറുന്ന ഭാഗങ്ങൾ, മെയിൻ ഗേറ്റ്, ഫ്രണ്ടിലെ ആ ഭാഗങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ആംസ്റ്റർ സിറ്റിയിൽ നിന്ന്, ടൗണിൽ നിന്ന് 15 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 10 മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഏതാണ്ട് 10 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിരിക്കുകയാണ്. ഏകദേശം വലിയ തിരക്കില്ലെങ്കിലും നല്ല തണുപ്പുള്ള സമയമാണ്. രാവിലെ 10:30 ഒരു നല്ല തണുപ്പാണ്. സൂര്യനൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ മൂടി കിടക്കുകയാണ്. കയറിക്കൊണ്ടിരിക്കുന്ന ഈ ഏരിയയിൽ മുകളിലേക്ക് പോകുന്ന ഈ സ്റ്റെപ്പ് കയറി അപ്പുറത്ത് ചെന്നാൽ ഒരു ടവറുണ്ട്. ഏതാണ്ട് 145 മീറ്റർ ഹൈറ്റുള്ള ടവറാണത്. അത് രസമാണ് കാണാൻ. നല്ല 4 സൈഡിലേക്കും സിംഹത്തിൻ്റെ മുഖമൊക്കെ വെച്ച് നല്ല രസമുള്ള രീതിയിലാണ് പണിതേക്കുന്നത്. അവിടെ കുറച്ച് ഫൗണ്ടനും കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ അപ്പുറത്തോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങിയാലാണ് വീണ്ടും നമുക്ക് ഈ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറാനുള്ള വഴി. ഈ സമയം ചെറിയ രീതിയിൽ മഞ്ഞുതുള്ളികൾ വീഴുന്നുണ്ട്. തണുപ്പ് ഒരു നല്ല തണുപ്പാണ്. മഞ്ഞിൻ്റെ ചെറിയ ചെറിയ കണികൾ ഇങ്ങനെ വീഴുന്നിരിക്കുകയാണ്. അതുകൊണ്ടാണെന്നറിയില്ല, ആൾ ഇച്ചിരി കുറവാണ് ഈ സമയത്ത്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആൾ വരും. ഞങ്ങൾ കുറച്ച് പേരുണ്ടായുള്ളൂ നേരം ഈ സമയത്ത്. ഇതിനകത്ത് ഒരു ഉള്ളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ കുറച്ച് അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ ഇന്ത്യൻ ആർമി ആദ്യമായിട്ട് ഉപയോഗിച്ച ഷിപ്പിൻ്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ രൂപമാണ് കാണുന്നത്. ആദ്യമായിട്ട് ഇന്ത്യൻ ആർമി ഉപയോഗിച്ച ഷിപ്പിൻ്റെ അതിൻ്റെ മോഡലാണ് ഉണ്ടാക്കി വെച്ചത്. ഈ മ്യൂസിയത്തിനകത്ത് കയറി കഴിയുമ്പോൾ ഏകദേശം 10ഓളം ഗാലറികളുണ്ട്. ഓരോ ഗാലറികളും സെറ്റ് ചെയ്തിരിക്കുന്ന പല രീതിയിലുള്ള ഡിഫറൻസ് ടൈപ്പ് ഐറ്റംസാണ്. അപ്പോൾ അതിനകത്ത് ഓരോന്നും ഇങ്ങനെ, ഇതിനകത്ത് ഓരോ ഗാലറികളും സെപ്പറേറ്റ് ഇങ്ങനെ കുറച്ച് പിടിച്ചത് കാണിച്ചിരിക്കുകയാണത്. ഓരോ ഗാലറികളും സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഏകദേശ രൂപങ്ങളൊക്കെയാണ് കാണുന്നത്. മ്യൂസിയത്തിൻ്റെ അകത്തുള്ള ഭാഗങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുന്ന വഴിയും ആ പോകുന്ന ഗാലറികളുടെ ഫ്രണ്ടിലേക്ക് പോകുന്ന ഏരിയയൊക്കെയാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ വേറൊരു ഗാലറി ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് കാലാൽപ്പട, ആനപ്പട, അങ്ങനെ പടകളിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രസമാണ്, നല്ല രസമുണ്ട് കാണാനൊക്കെ. പണ്ടത്തെ രാജാക്കന്മാർ ഭരിച്ച സമയത്തുണ്ടായിരുന്ന മറ്റേ സംഭവങ്ങളിൽ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പഞ്ചാബിലെ ഭരണാധികാരികളെ പറ്റി കാര്യങ്ങളായിട്ട് അവിടെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ കാണുന്ന കുതിരയുടെ മുകളിൽ കയറിയിരിക്കുന്നത് മഹാരാജ രഞ്ജിത് സിംഗ് ആണ്. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്നത് ദവാൽ മുഖം ചാൻഡറ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കണേ. പിന്നെ മൂന്നാമത്തെ ടിൻഫാകോട്ട് ലോട്ട്, അങ്ങനെയുള്ള പേരൊക്കെയാണ് അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വായിച്ചാണ്, അത് നോക്കി വായിക്കുന്നതാണ്. 4ാമത്തെ ആള് ശംസിയ അറ്റാൻ, 5ാമത്തെ ആള് ജനറൽ റോഹിൽ സിംഗ്. ഇങ്ങനെ ഓരോരുത്തർ പേര് അതിൻ്റെ അടിയിൽ കൊടുത്തതിനനുസരിച്ച് വായിച്ച് മനസ്സിലാക്കുന്നതാണ്. അന്നത്തെ ആ രാജാക്കന്മാർ ആയിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കണം. പിന്നെ അന്നത്തെ അവിടെ അവരെ പ്രധാനപ്പെട്ട ഈ രാജാക്കന്മാരുടെ ശിഷ്യന്മാരും മറ്റുള്ളവരെയൊക്കെ ഫോട്ടോകളും ഇങ്ങനെ രൂപങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കണ്ടത് ഒരു വിക്രാന്ത് ഷിപ്പ്, ബീരങ്കി, ഭയങ്കര ബീരങ്കി ഉള്ള ഒരു ഭാഗമൊക്കെ കാണുന്നുണ്ട്. ആ ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഞങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ഈ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് കൊണ്ടുപോകാൻ പറ്റി പോപ്പോക്ക് ബസ്സുണ്ട്. പോപ്പോക്ക് അത് ആ ബസ്സിനകത്ത് ഡബിൾ ഡെക്കർ ബസ്സാണ്. ആ ബസ്സിനകത്ത് ആളുകളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകുന്ന പരിപാടിയുണ്ട്. അതായത് അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു കാർഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ അവർ കൊണ്ടുവന്ന് ഇറക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ടൈം പറയുമ്പോൾ ആ ടൈമിന് വണ്ടി കയറിയിരുന്ന് തിരിച്ചു പോകാം. അങ്ങനെയുള്ള പരിപാടിയൊക്കെ മിക്കവാറും ടൂറിസ്റ്റുകളിലൊക്കെ ഉണ്ട്.
അപ്പോൾ അതിന് ആ ബസ്സാണ് കാണുന്നത്. നമ്മളെ വാർ മെമ്മോറിയൽ മ്യൂസിയത്തെ സംബന്ധിച്ചിടത്തോളം ഏകദേശം റൂമുകളൊക്കെയാണ് ഇപ്പോൾ പാർത്തിയിരിക്കുന്നത്. ഓക്കെ, റൈറ്റ്.